ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്. ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി മാർക്കറ്റ് ടേൺ ചെയ്തു. ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രണ്ടിക്കാന്നുള്ള അപ്പൊ തന്നെ സൂചന ഒന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യാൻഡിൽ പോലെ ഒന്നല്ല, ഫോർവേഡിൽ കാണുന്ന ക്യാൻഡിൽ പോലെ ഒന്നല്ല, നല്ല ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ലക്ച്വേഷൻസ് മീൻസ് വളറ്റൈലായിരുന്നു മാർക്കറ്റ്, അല്ലെ അജി? ഭയങ്കര ഫിയർ ആയിരിക്കും മാർക്കറ്റ്, ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. ക്യാൻസൽ അപ്പൊ തന്നെ ചെയ്ത് ഞാനത് പലതവണ ഞാൻ ഗ്രൂപ്പില് ഇങ്ങനെ സിഗ്നൽ ഇടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഓരോ തവണ ഇടാവുന്ന സമയത്തും എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് വരും. നമുക്ക് എൻട്രി പോയിന്റ് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിങ്ങുകൾ നമുക്ക് പറ്റുന്ന ഒരു സിങ് പോയിന്റുകൾ ഉണ്ടല്ലോ, നമുക്ക് എൻട്രി ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കാവുന്ന സിങ് പോയിന്റുകൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സംശയമായി എനിക്ക്, കാരണം ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം പരാജയപ്പെട്ടപ്പോ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാൻ ശ്രമിച്ചപ്പോ പിന്നെ എനിക്ക് എന്തായി, സംശയമായി. ഇനിയുള്ള വരുന്നതിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് സംശയം. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് വന്നത്. ഇപ്പൊ ഉച്ചയ്ക്കല്ല, ഞാനൊരു കുറച്ച് മുന്നേ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് പോയി. നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് ഇതിന് തൊട്ട് മുന്നേ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന ഫോർവേഡിന് തൊട്ട് മുന്നുള്ള ക്യാൻഡലിലാണ് ആ സെല്ലിംഗ് പ്രഷർ തന്നത്. അത് ഒരു ഏരിയ ആയിരുന്നു, നമ്മുടെ ഏരിയ ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറി പോയിച്ചത്. ഇപ്പതേ കണ്ടില്ലേ, ഇത് ന്യൂസിന്റെ ഒരു ഇമ്പാക്ട് ഇതിലുണ്ട് നന്നായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ബൈ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണ്ട, സെല്ലിങ്ങിലേക്ക് നോക്കണ്ട, ബൈയിങ്ങിലേക്ക് നോക്കിയാൽ മതി. എന്നാലും ഞാൻ വിചാരിക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ കുറെ ഇംബാലൻസുകൾ ഇങ്ങനെ ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു കൺസോൾട്ടേഷൻ കിടക്കുന്നുണ്ട്. കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തിട്ട് ടെസ്റ്റ് കിട്ടിയിട്ടില്ല, ബ്രേക്ക് ചെയ്തിട്ടുള്ള റിജക്ഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇപ്പോഴും ഫില്ലാവാതാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പൊ എന്റെ ഒരു പ്രതീക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതീക്ഷയാണ് കേട്ടോ, പ്രതീക്ഷ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇനി സമയമുണ്ടല്ലോ, 8:30 ആയിട്ടുള്ളൂ, 11, 9, 10, 11, 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂറിനുള്ളിൽ ഇത് ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഈ പോയിന്റിനെ, അതിന്റെ മുകളിലുള്ള പോയിന്റിൽ നിന്ന് ചിലപ്പോ എന്ത് ചെയ്യും, ഒരു വലിയ റിജക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. റിജക്ഷൻ തന്നാലേ നമുക്ക് പ്രോഫിറ്റ് പെട്ടെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ മാർക്കറ്റിലെ കണ്ടീഷൻ നോക്കിയാൽ തന്നെ കണ്ടോ ഇതിലൊക്കെ എങ്ങനെയാണ് 1 അവറിന്റെ ക്യാൻഡിലുകളാണ് ഇത് കാണുന്നത്. ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക ഇന്നത്തെ മാർക്കറ്റിന്റെ ഇതില്? ഇത് നിലത്തെയാണ്. ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ ഞാൻ കാണിച്ചുതരാം. കണ്ടിരുന്നില്ലേ, ഇതിനെ ഓരോ കറക്റ്റ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കാതെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് എന്താ പ്രോബ്ലം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായി. പിന്നെ അത് മാത്രമല്ല, മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം ഇംബാലൻസ് ആയിരുന്നു, ഇംബാലൻസ് ഏരിയ ആയിരുന്നു. അപ്പൊ ഏത് സമയത്തും നമുക്ക് റിജക്ഷൻ വരാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കണ്ണടച്ച് സ്കാൽപ്പ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഞാനത് വലിയ ട്രേഡിന് വേണ്ടി മാത്രം നോക്കിയിരുന്നു. പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇഷ്ടം പോലെ ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ശ്രദ്ധിച്ചിരുന്നു സാർ. ഒരുപാട് 1 മിനിറ്റില് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് ഒരു വിപ്പിനും 2 വിപ്പിനൊക്കെ വേണ്ടി മിസ്സായി പോയിരുന്നു ചില എൻട്രികളൊക്കെ. പക്ഷെ പിന്നെ എന്താണ് വില്യമിന് എന്താണ് ലോസ് വരാനുള്ള കാരണം? സാറ് 7 മണിയാകുമ്പോ പറഞ്ഞില്ലേ സെൽ പ്രഷർ ഒന്നും. പിന്നെ നമ്മ സാറ് അങ്ങനെ പറഞ്ഞാ പിന്നെ ക്യാൻഡിൽ അടിയിലേ കാണുള്ളൂ. നമ്മ അപ്പൊ തന്നെ ഇട്ടു. ഇല്ല, ഞാൻ പറഞ്ഞിരുന്നല്ലോ, കൺഫർമേഷൻ അല്ലാന്ന് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞല്ലോ. കാരണം എനിക്ക് ഒരു കറക്റ്റ് അവിടുന്ന് ഇത് തന്നിരുന്നില്ല. അപ്പൊ എനിക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല അവിടുന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ തന്നെ. സാറ് പറഞ്ഞിരുന്നു കൺഫർമേഷൻ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഒരു വലിയ സെല്ലിംഗ് പ്രഷർ തന്നു. അവിടെ സെല്ലിംഗ് പ്രഷർ തന്ന് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഞാൻ നോക്കിയിരുന്നു. പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഈവൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത് വരെ വന്നിട്ട് പിന്നെ തിരിച്ചു കയറിപ്പോയി. നല്ല ബൈയിങ് പ്രഷറിലേക്ക് തന്നെ വീണ്ടും പോയി. സെല്ലിംഗ് പ്രഷർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനപ്പോ തന്നെ പറഞ്ഞിരുന്നു അത് വേറെ ആർക്ക് എന്താണ് ലോസിന് കാരണം ഒന്ന് പറഞ്ഞേ. ഇന്നത്തെ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒരു 1 സൈഡ് മൂവ്മെന്റ് കിട്ടിയ മാർക്കറ്റിൽ ലോസിനുള്ള കാരണം എന്തായിരിക്കാം ഒന്ന് പറഞ്ഞോ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ആരെങ്കിലും ഒന്ന് പറയും. ഞാൻ രാവിലെ സാറിന്റെ ആ മെസ്സേജിൽ വെച്ചിട്ട് ഒന്ന് ഒരു ട്രേഡ് എടുത്തിരുന്നു. പിന്നെ അതിലോട്ട് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവാണ് ചെയ്തത്. അതെ, എന്റെ ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും. ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേറെ അഡീഷണൽ ആരെങ്കിലും എടുത്തിരുന്നോ? എന്റെ ട്രേഡ് അല്ലാതെ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയ ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ എടുത്തിട്ട് ഈ പറഞ്ഞ മാതിരി സെല്ലിംഗ് പ്രഷർ എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് നോട്ട് ചെയ്തു. ഞാൻ സെല്ലാണ് എടുത്തത് അധികം. മറ്റേ ബൈ സൈഡ് എടുത്തു തീരെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഇതിൽ തന്നെ ഞാൻ എടുത്തത്. അതിൽ 2 പോയപ്പോ പിന്നെ ഞാൻ നിർത്തി. പിന്നെ പേടി. പിന്നെ എടുക്കുന്നത് പോകുമ്പോഴേക്കും അങ്ങോട്ടും ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരുന്നു. അപ്പൊ 3 ഞാൻ ക്യാൻസൽ ചെയ്തു.
ക്യാൻസൽ ചെയ്യാ ചെയ്തത് സാറേ. ഉം. പക്ഷെ അതെന്താ സംഭവം എന്ന് അറിയോ? ഇതിന്റെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുറെ നാളത്തിന് ശേഷമുള്ള ഒരു ബ്രേക്ക്ഔട്ടാണ്. അതിന് ഇപ്പൊ ഒരു 3-4 ദിവസത്തിന് ശേഷമുള്ള ബ്രേക്ക്ഔട്ടാണ്. 3 ദിവസത്തിന് ശേഷമുള്ള 4-ാമത്തെ ദിവസമുള്ള ബ്രേക്ക്ഔട്ടാണ്. അപ്പോ ഒരുപാട് സമയം ഇങ്ങനെ നിന്നിട്ട് വരുന്ന ബ്രേക്ക്ഔട്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മൂവ്മെന്റ് കിട്ടും. ആക്ച്വലി ഇത് നല്ലോണം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ അറിയാം. നല്ലോണം സഞ്ചരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതിട്ടാ. ഇവിടം വരെ ഇപ്പൊ ഏകദേശം 200 പിപ്പ് സഞ്ചരിച്ചിട്ടുണ്ട്. അത്യാവശ്യം മോശമാണ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ 200 പിപ്പ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ കാണുന്ന പോലെ അങ്ങനെ ഒരു പെർഫെക്റ്റ് ഒരു ഇതല്ലായിരുന്നു. ചെറിയ ചെറിയ ടൈം ഫ്രെയിമിൽ എന്താണ് നല്ല ഫ്ലക്ച്വേഷൻസ് ആയി വളർത്തിയാലായിരുന്നു നല്ലോണം. എനിവേ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. കാരണം ഇത്രയും വലിയ വൺ സൈഡ് മൂവ്മെന്റ് കിട്ടുന്ന മാർക്കറ്റിൽ നമുക്ക് ലോസ് വരാൻ പാടില്ല, പ്രോഫിറ്റ് വരേണ്ടതാണ് ആക്ച്വലി. അപ്പൊ ഇന്ന് പ്രോഫിറ്റ് എടുത്ത ആളുകൾ ആരൊക്കെ ഉണ്ടാവുമല്ലോ? ആരൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെന്ന്? സമീർ നേരത്തെ ലോസ് എന്ന് പറഞ്ഞ കൈവയ്ക്കാമല്ലോ. സിനി, വൈശാഖ്, ലിച്ചിൻ, സമീറുണ്ട്. ആകെ 4 പേര് എടുത്തിട്ടുള്ളൂ. 11 പേര് ലോസ്, 4 പേര് പ്രോഫിറ്റ് ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ ആരും എടുത്തിട്ടില്ലേ? 51 പേരില് ഞാൻ എടുത്തിട്ട് സാറേ ഒരു $4 കിട്ടിയ പ്രോഫിറ്റ് ആയിരുന്നു. അതെ. ഓക്കെ, റൈസ് ചെയ്യുമ്പോഴല്ലേ പെട്ടെന്ന് അറിയാം. വേറെ ആരും എടുത്തിട്ടില്ല? ഇരിക്കുന്ന വേറെ ആരും എടുത്തിട്ടില്ല? ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് എന്നല്ലേ പറഞ്ഞത്? $6 പ്രോഫിറ്റും $18 ലോസ്. അപ്പൊ എന്റെ കണക്ക് പ്രകാരം 12 ലോസ് എന്നാണ് എന്റെ കണക്ക് പ്രകാരം. ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെയുള്ളൂ. അപ്പൊ അതിനല്ല കൈപ്പൊക്കാൻ പറഞ്ഞത്. ഞാൻ അന്നേരം അപ്പുറം പോയിരുന്നു സാറേ, അതാണ് കേട്ടില്ല. വെറുതെ ഒരു കാര്യങ്ങൾ സത്യം സാറേ, എന്നെ വിശ്വസിക്കുന്നില്ല എല്ലാരും. എങ്ങനെ വിശ്വസിച്ചു? ഓക്കെ, വൈശാഖൻ എത്ര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു? എത്ര ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു? ഞാൻ രാവിലെ ഒരെണ്ണം എടുത്തു സാർ, അത് ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറ് പിന്നെ ഹൈ റിസ്ക് എന്ന് പറഞ്ഞിട്ടതിന് ശേഷം എടുത്തില്ലേ? എടുത്തില്ലേ? ആ ട്രേഡ് പക്ഷെ പ്രോഫിറ്റ് അല്ല, ഐ മീൻ പ്രോഫിറ്റ് ആയിരുന്നല്ലോ അല്ലെന്ന്? അതെ, $6, $6.3 പ്രോഫിറ്റ്. സമീർ എങ്ങനെയാണ് സമീർ? 2 ട്രേഡ് എടുത്ത്, ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസ്. ഒന്ന് $6 പ്രോഫിറ്റ്, 1.8 ലോസ്. 1.8 ലോസ്. എങ്ങനെ സിനി എങ്ങനെയായിരുന്നു? ഹലോ സാർ, ഞാൻ 4 ട്രേഡ് എടുത്തേ. ഓക്കെ, ടോട്ടൽ എങ്ങനെ പ്രോഫിറ്റ് വന്നു? $10 ആയിരുന്നു പ്രോഫിറ്റ് ആദ്യം 2 എടുത്തപ്പോ. പിന്നത്തെ രണ്ടാമത്തെ മറ്റേതില് പോയപ്പോ $6 നഷ്ടം വന്നു. അപ്പൊ $4 പ്രോഫിറ്റിലെത്തി. $4 പ്രോഫിറ്റിലെത്തി. കുഴപ്പമില്ല, പ്രോഫിറ്റിലാണല്ലോ അല്ലെ? ഇല്ല. ഓക്കെ, ഞാൻ ചോദിച്ചത് അനാലിസിസിൽ പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് എന്ത് പറ്റിയിട്ടുണ്ട്? ഇന്ന് നമ്മുടെ ഏരിയയിലാണ് നിൽക്കുന്നത്. നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടില്ല. ബ്രേക്ക്ഔട്ട് തന്നു, മുകളിലേക്ക് വന്നു. ട്രേഡ് എടുക്കാൻ ഇപ്പോഴും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ആള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എല്ലാം നല്ല രീതിയിൽ മുകളിലോട്ടാണ് പോയിരുന്നത്. നല്ല ഫ്ലക്ച്വേഷനോട് കൂടിയിട്ട് മുകളിലോട്ടാണ് പോയിരുന്നത്. ഇപ്പോഴും കാണാം, ഇപ്പൊ 1 അവറിന്റെ ഇത് നോക്കുന്ന സമയത്ത് കാണാം എന്താണ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞ ഏരിയ എന്ന് പറഞ്ഞ ഇതായിരുന്നു. ഇവിടെ നിന്ന് റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴും റിവേഴ്സലിന്റെ സിഗ്നലൊന്നും നമുക്ക് തന്നിട്ടില്ല. റിവേഴ്സൽ തരാനുള്ള ഒരു സിഗ്നലും നമുക്ക് തന്നിട്ടില്ല. മാർക്കറ്റ് ചെറിയ രീതിയിലൊന്നും എന്ത് ചെയ്യും, താഴോട്ടേക്ക് വരും, പിന്നെ നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുകളിലോട്ട് പോകും. അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഏറെക്കുറെ. അനാലിസിസിൽ പറഞ്ഞ പോലെ ഏറെക്കുറെ സംഭവിച്ചു. നമുക്കൊരു ട്രേഡ് ഇപ്പോഴും കിട്ടിയില്ല അനാലിസിസ് പ്രകാരം. പക്ഷെ ഇന്ന് നമുക്ക് എന്തുണ്ട്, ഇന്ന് നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രേഡാണ് ഇപ്പൊ വരച്ച് ഇവിടെ വെച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും മനസ്സിലായി എന്തിന്റെ ബേസിസിലാണ് ഇട്ടിരിക്കുന്നത്? ഹൈ ബ്രേക്ക് ചെയ്തത് ഹൈ ബ്രേക്ക് അല്ല, ഇന്ന് നമ്മുടെ സ്ട്രാറ്റജിയാണത്. നമ്മുടെ സ്ട്രാറ്റജിയാണത്. ഈ സ്ട്രാറ്റജിയിൽ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്ത് റിജക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീരാഘോ മറ്റാരോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇതിന് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ആ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺസെപ്റ്റ് പ്രകാരം എടുത്താണ് ആക്ച്വലി ഇത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെയിലർ ആയിരുന്നു. 2 കാരണം കൊണ്ടാണ് എടുക്കാനുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓരോ തവണ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എന്താണ്, മാർക്കറ്റ് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു. മാർക്കറ്റ് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു. മാത്രമല്ല റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ട് മുകളിൽ എന്തുണ്ടായിരുന്നു, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, FCG ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന മാക്സിമം ഇതിന്റെ മുകളിൽ പോവില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പോയിന്റിൽ നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടം വരെ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് അത് എടുത്തത്. ഇവിടം വരെ വരും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് എടുത്തത്. പക്ഷെ എന്ത് ചെയ്യും, നമുക്ക് ആ ട്രേഡ് നമുക്ക് ലോസ് ആയി. നമുക്കത് 30 പിപ്പാണ് ഞാൻ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസ് വെച്ച്. 30ഓളം പിപ്പിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ
ചില ആളുകൾ ഞാൻ എടുത്തു എന്ന് പറയുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്, ഏറെക്കുറെ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. സിഗ്നൽ ഇട്ട സമയത്ത് ഏറെക്കുറെ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവർക്ക് കൂടുതൽ ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കണ്ട ഒരാൾക്ക് $4, ഒരാൾക്ക് 4.9 സംതിങ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിവേ ഇത് നമ്മുടെ സെറ്റപ്പ് പ്രകാരം എടുത്തായിരുന്നു. ആ സെറ്റപ്പിൽ പറഞ്ഞ പോലെ തന്നെ സെറ്റപ്പിൽ തന്നെ മറ്റൊരു ലെവല് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല ലെവൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ, അതിലൊരു ലെവലിൽ എടുത്തായിരുന്നത്. ആ ഒരു ലെവലിലാണ് ഇത് എന്ത് സംഭവിച്ചത്? നമുക്ക് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോപ്പ് ലോസ് അടിച്ചു. മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മുകളിലോട്ട് പോയി. മനസ്സിലായല്ലോ അല്ലെ? എന്തുകൊണ്ടാണ് ഇത് എടുത്തതെന്നുള്ളത് മനസ്സിലായിട്ടല്ലോ അല്ലെ? 30 പിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് $300 ലോസ് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ജസ്റ്റ് ഒരു PNL ഇട്ട് തരാം. ഇതാണ് ഇന്നത്തെ ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ലോട്ടിൽ $300 നമ്മൾ ഇട്ടതിന് ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വെച്ചതിന്റെയാണ്. ചിലർക്ക് ഇതിന് കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ താഴത്തേക്ക് ഇറങ്ങി കുറച്ച് ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, ധൃതിയിൽ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും അത് ചിലർക്ക് കൂടുതൽ വന്നിട്ടുണ്ടാവുക. ഞാൻ വെച്ചിരിക്കുന്ന മാർക്കറ്റിൽ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് പ്രകാരം $300 സ്റ്റോപ്പ് ലോസ് വന്നിരിക്കുന്നത്. ഒറ്റ ട്രേഡ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രേഡുകൾ കിട്ടിയേനെ.